ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർഗനൈസിങ്ങുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് ഓർഗനൈസിങ്, അതേപോലെ തന്നെ ഓർഗനൈസിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, ഈ ഓർഗനൈസിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഓർഗനൈസിങ് സ്ട്രക്ചർ. എങ്ങനെയാണ് ഒരു ഓർഗനൈസിങ് സ്ട്രക്ചർ വരുന്നത്, വിവിധ തരം ഓർഗനൈസിങ് സ്ട്രക്ചറുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് കാണുന്ന ഒരു ഏരിയ കൂടിയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ക്ലാസ് കേൾക്കുക. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് നോക്കി നോക്കാം. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗനൈസിങ്ങിൻ്റെ ഒരു പ്രോസസ്സ് പറഞ്ഞു. ആ ഓർഗനൈസിങ് പ്രോസസ്സിൻ്റെ അവസാനം നമുക്ക് എന്താണോ കിട്ടുന്നത് അതാണ് ശരിക്കും ഓർഗനൈസിങ് സ്ട്രക്ചർ. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ഥാപനത്തിലെ വിവിധ ഘടകങ്ങളും അതേപോലെ തന്നെ ആളുകളും തമ്മിലുള്ള ബന്ധത്തെ കൃത്യമായിട്ട് നിർവചിക്കുന്ന ഒരു ഘടന അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓർഗനൈസിങ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് ബിസിനസ്സിൽ ഒരുപാട് ആളുകളുണ്ടാവും. ഈ ഒരുപാട് ആളുകളെ നമ്മൾ പറഞ്ഞു കൃത്യമായ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ ഓർഗനൈസിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു ഓർഡറിനെ നമ്മൾ നിർവചിച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഓർഡർ നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സ്ട്രക്ചറാണ് ശരിക്കും എന്ത്, ഓർഗനൈസിങ് സ്ട്രക്ചർ. ഇത് പല രീതിയിൽ പല സ്ഥാപനങ്ങൾ ഡിസൈൻ ചെയ്യാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് രീതിയിലാണ് ഓർഗനൈസിങ് സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യാറുള്ളത്. അപ്പോൾ ആ രണ്ട് രീതികൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് ഓർഗനൈസിങ് സ്ട്രക്ചർ. രണ്ട് ടൈപ്സ് നമ്മൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ഫങ്ഷണൽ സ്ട്രക്ചർ, രണ്ടാമത്തത് ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചർ നോക്കി വെക്കാം. അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന രീതിയിൽ സ്ഥാപനത്തിലെ പ്രവർത്തനങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ സ്ഥാപനത്തിൻ്റെ ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ ആ സ്ട്രക്ചറിനെ പറയുന്ന പേരാണെന്ത്, ഫങ്ഷണൽ സ്ട്രക്ചർ. അതായത് സ്ഥാപനത്തിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളെയും നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റുക. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്ഥാപനത്തിൻ്റെ ഓർഗനൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ സ്ഥാപനത്തിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലായിട്ട് വരും. അതായത് ഹ്യൂമൻ റിസോഴ്സ്, അതായത് HR ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളാക്കിയിട്ട് നമ്മൾ തിരിക്കുന്ന ഒരു രീതിയാണെന്ത്, ഫങ്ഷണൽ സ്ട്രക്ചർ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ സ്ഥാപനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ. ഒന്നാമത് പറയുന്നത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ലോജിക്കൽ ആൻഡ് ഈസിയർ ഫോം ഓഫ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതായത് വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ കഴിയുന്നതും ഏറ്റവും എളുപ്പമുള്ള ഒരു ഫോമാണ് എന്ത്, ഫങ്ഷണൽ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. രണ്ടാമത്, ഇറ്റ് പ്രൊവൈഡ് സ്പെഷ്യലൈസേഷൻ ദസ് മേക്കിംഗ് പോസിബിൾ എഫിഷ്യൻസി ഇൻ ഓപ്പറേഷൻ. അതായത് സ്പെഷ്യലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, എഫിഷ്യൻസി ഉണ്ടാക്കാൻ പറ്റുന്നു. സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യവൽക്കരണം. നമ്മൾ പറഞ്ഞു പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഘടന രൂപീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രവർത്തനം, ഇപ്പോൾ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്കൊക്കെ പർച്ചേസിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എന്തായിരിക്കും, ഹൈലി സ്കില്ലുള്ള ആളുകളായിട്ട് മാറും. സ്വാഭാവികമായിട്ടും ഇത് സ്ഥാപനത്തിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഫെസിലിറ്റേറ്റ് ബെറ്റർ കോർഡിനേഷൻ ഓഫ് ആക്ടിവിറ്റീസ് വിത്തിൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും പ്രവർത്തനങ്ങളെ കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഏകോപിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ഘടന സാധിക്കും. കാരണം പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പർച്ചേസിങ് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കതിനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇറ്റ് ഫെസിലിറ്റേറ്റ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതായത് അധികാരം കീഴ്ത്തലങ്ങളിലേക്ക് കൊടുക്കാൻ ഇത്തരത്തിലുള്ള ഘടന സഹായിക്കുന്നു. കാരണം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ആളുകളും പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ടോപ്പിലിരിക്കുന്ന പർച്ചേസ് മാനേജർക്ക് അയാളുടെ താഴെ വരുന്ന സബോർഡിനേറ്റ്സിന് അയാളുടെ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. കാരണം അവരെല്ലാവരും ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് തന്നെ അയാളുടെ ജോലിയും അധികാരവും ഒക്കെ താഴേക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. നെക്സ്റ്റ്, it helps in training of specialist managers rather than generalist managers. സാധാരണയുള്ള മാനേജേഴ്സിനേക്കാൾ കൂടുതൽ സ്പെഷ്യലിസ്റ്റായ, ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിൽ സ്പെഷ്യലിസ്റ്റായ മാനേജേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കാൻ സഹായിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ പറഞ്ഞു പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ
അപ്പോൾ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓരോ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടായിരിക്കും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ ആ ഒരു മേഖലയിൽ വളരെയധികം കഴിവുള്ളവരായിട്ട് വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള സ്ട്രക്ചറുകൾ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് മാനേജേഴ്സ് മേ ട്രൈ ടു ബിൽഡ് ദെയർ ഓൺ ഫങ്ഷണൽ എംപയേഴ്സ് ലീഡിങ് ടു കോൺഫ്ലിക്റ്റ്. അതായത് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു പ്രശ്നം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ അവരുടെ പ്രവർത്തനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവർ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് പരസ്പരമുള്ളൊരു കോൺഫ്ലിക്റ്റിന് കാരണം ഉണ്ടാക്കും. ഫോർ എക്സാമ്പിൾ ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണ്. അതായത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധനങ്ങൾ പർച്ചേസ് ചെയ്താലേ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്താലേ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ സെയിൽ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അവർ പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരമൊരു സാഹചര്യം വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഫിക്സ് റെസ്പോൺസിബിലിറ്റി വിത്ത് എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒരാളിൽ നിക്ഷേപിക്കുക അല്ലെങ്കിൽ ഒരാളിൽ നമ്മൾ ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് നമുക്കതിന് കാരണക്കാരായിട്ട് കാണിക്കേണ്ടത്. പക്ഷേ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് ചെയ്യാം, കറക്റ്റ് ടൈമിൽ പ്രൊഡക്ഷൻ നടക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചാരാം. ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്താ പറയാം, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രോപ്പറായിട്ട് പർച്ചേസ് ചെയ്യാത്തത് കൊണ്ടാണ് പ്രൊഡക്ഷൻ വൈകിയത് എന്നുള്ള രീതിയിൽ മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ് കുറ്റപ്പെടുത്താം. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും പ്രോപ്പറായിട്ട് ഉത്തരവാദികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രശ്നം പറയുന്നത്. ഞാൻ മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഫങ്ഷണൽ സ്പെഷ്യലൈസേഷൻ റെസ്ട്രിക്റ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മാനേജേഴ്സ് വിത്ത് ഓൾറൗണ്ട് ക്യാപ്പബിലിറ്റീസ്. അതായത് ഓൾറൗണ്ടേഴ്സ് ആയിട്ടുള്ള എല്ലാ കഴിവുമുള്ള മാനേജേഴ്സിനെ വളർത്തിയെടുക്കുന്നതിന് ഇതെന്ത് ചെയ്യുന്നില്ല, സഹായിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ പർച്ചേസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും, മാർക്കറ്റിങ്ങിലാണെങ്കിൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മാത്രമായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെ എല്ലാ കഴിവുകളുള്ള, അതായത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലായാലും മാർക്കറ്റിങ്ങിലായാലും സെയിൽസിലായാലും എല്ലാ മേഖലയിലും പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാനേജേഴ്സിനെ വളർത്തിയെടുക്കാൻ ഇത്തരത്തിലുള്ള ഘടന സഹായിക്കില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, സിൻസ് ദർ ഈസ് ടു മച്ച് സ്പെഷ്യലൈസേഷൻ ദ ഓർഗനൈസേഷണൽ പെർസ്പെക്റ്റീവ് മേ ബി ഓവർലുക്ക്ഡ്. അതായത് കൂടുതൽ വൈദഗ്ധ്യവൽക്കരണമുള്ള സ്വഭാവം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്ഥാപനത്തിൻ്റെ പൊതുവായ വീക്ഷണം അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പൊതുവായ ലക്ഷ്യങ്ങളെ അവഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കോമൺ ആയിട്ട് എന്തുണ്ടാവില്ല, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവരുടേതായ കാര്യങ്ങൾ മാത്രമായിരിക്കും കോൺസെൻട്രേഷൻ. അപ്പോൾ അത് പൊതുവെ അല്ലെങ്കിൽ അവർ തമ്മിൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോമ്പറ്റീഷൻ ടൈപ്പിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ പൊതു ലക്ഷ്യങ്ങളെ അവഗണിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കൂടിയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അപ്പോൾ ഇത്രയാണ് ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ നോക്കി വെക്കാം. അപ്പോൾ ഫങ്ഷണൽ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ഥാപനത്തെ ഓർഗനൈസ് ചെയ്യുന്നത്. എന്നാൽ ഡിവിഷണൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്നെങ്കിൽ സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്പനി, വലിയ വലിയ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ഘടന ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ അവരുടെ പ്രോഡക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് തരം വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്കിപ്പോൾ നമ്മുടെ ഈ പിക്ചറിൽ കാണുന്ന പോലെയുള്ള ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാം. അതായത് കോസ്മെറ്റിക്സിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അതേപോലെ തന്നെ ഗാർമെൻറ്റ്സിനൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഫുഡ് വെയറിനൊരു ഡിപ്പാർട്ട്മെൻറ്റ്, സ്കിൻ കെയർ, മെഡിസിൻ, ഇങ്ങനെ പറഞ്ഞിട്ട് അവരുപയോഗിക്കുന്ന അവർ ഡീൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും വേറെ വേറെ ഡിപ്പാർട്ട്മെൻ്റ് ആക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ ബാങ്ക്, ഇൻഷുറൻസ് കമ്പനികൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ബ്രാഞ്ചുകളുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെൻ്റ് ആക്കാം. ഇപ്പോൾ സൗത്ത് റീജിയൻ, നോർത്ത് റീജിയൻ, വെസ്റ്റേൺ റീജിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് മലപ്പുറം ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, പാലക്കാട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, തിരിക്കാം. അപ്പോൾ അത്തരത്തിൽ തിരിക്കുന്നതിനാണ് നമ്മൾ ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതായത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനിൽ ഒന്നെങ്കിൽ സ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ വസ്തുക്കളുടെ, അതായത് ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാനത്തിലോ ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഘടന രൂപീകരിക്കുന്ന സ്ട്രക്ചറാണ് ശരിക്കും എന്ത്, ഡിവിഷണൽ സ്ട്രക്ചർ. ക്ലിയർ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അഡ്വാൻറ്റേജിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഇറ്റ് ബ്രിങ്സ് അബൌട്ട് എഫിഷ്യൻസി ആൻഡ് എക്കോണമി ഇൻ ദി ഓപ്പറേഷൻ. അതായത് ഏറ്റവും കാര്യക്ഷമവും അതേപോലെ തന്നെ ചെലവ് കുറഞ്ഞതുമായ ഒരു രീതിയാണ് എന്ത് പറയുന്നത്,
ഇത്തരത്തിലുള്ള ഒരു ഘടന എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് ആക്ടിവിറ്റീസ് അസോസിയേറ്റഡ് വിത്ത് എ പ്രോഡക്റ്റ് ഓർ ടെറിട്ടറി ക്യാൻ ബി ഈസിലി ഇൻ്റഗ്രേറ്റഡ് ആൻഡ് കോർഡിനേറ്റഡ്. അതായത് ഒരു ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു, ഇത്തരത്തിൽ ഓർഗനൈസ് ചെയ്യാൻ കഴിയുന്നു. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കമ്പനി ഒരു 3 തരം പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ചോദിക്കുക. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 തരം പ്രോഡക്റ്റുകൾ. ഇപ്പോൾ ഫുഡ് വെയേഴ്സിൻ്റെ ഒരു സെക്ഷൻ, അതായത് ചെരുപ്പ് ഷൂ പോലെയുള്ള ഫുഡ് വെയേഴ്സിൻ്റെ ഒരു സെക്ഷൻ, അതേപോലെ തന്നെ കോസ്മെറ്റിക്സിൻ്റെ ഒരു സെക്ഷൻ, അതേപോലെ തന്നെ ജ്വല്ലറിയുടെ ഒരു സെക്ഷൻ. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3 ഡിപ്പാർട്ട്മെൻ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ആ ഡിപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് തന്നെ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പർച്ചേസ്, സെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഡിപ്പാർട്ട്മെൻറ്റുകളെ തന്നെ നമ്മൾ സബ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഒരുപാട് അഡീഷണൽ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനകത്ത് വരും. ഓക്കെ ആണല്ലോ? പക്ഷേ എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത് പറയുന്നത് ഇറ്റ് ഗീവ്സ് ഫ്രീഡം ഓഫ് ആക്ഷൻ ടു ഈച്ച് ഡിവിഷൻ. എല്ലാവർക്കും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് ഫ്രീഡം ഉണ്ടാവും അവരുടെ പ്രവർത്തനങ്ങളിൽ. അതായത് നമ്മൾ കഴിഞ്ഞ പറഞ്ഞ ഫങ്ഷണൽ സ്ട്രക്ചറിൻ്റെ കേസിൽ എന്തായിരുന്നു, എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആണ്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് പർച്ചേസ് ചെയ്താലാണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം നടക്കുള്ളൂ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രവർത്തനം നടക്കുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പരസ്പരം കണക്ഷനൊന്നുമില്ല. കോസ്മെറ്റിക്സിന് അവരുടെ കാര്യങ്ങൾ സ്വതന്ത്രമായിട്ട് ചെയ്യാം, ഗാർമെൻറ്റ്സിന് അവരുടെ കാര്യങ്ങൾ ചെയ്യാം, ഫുഡ് വെയർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ബ്രാഞ്ചുകൾക്ക് എല്ലാവർക്കും പാലക്കാട് ഡിസ്ട്രിക്റ്റിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇവിടെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. സോ അപ്പോൾ അത്തരത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും വളരെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ബി ഫാസ്റ്റർ ആൻഡ് എഫക്റ്റീവ്. വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും അതേപോലെ തന്നെ അത് വളരെ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനും കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സ്ട്രക്ചർ ആണെങ്കിൽ അവിടെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ കണക്ട് ചെയ്തിട്ടേ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നു. നെക്സ്റ്റ്, ഈച്ച് ഡിവിഷൻ ക്യാൻ ടേക്ക് ആൻ അഡ്വാൻറ്റേജ് ഓഫ് സെൻട്രലൈസേഷൻ സർവീസ് അവൈലബിൾ അറ്റ് ദി ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കമ്പനി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റികൾ ആസ്വദിക്കാനും കഴിയുന്നു. അപ്പോൾ ഇത്തരത്തിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ഇവരെല്ലാവരെയും മാനേജ് ചെയ്യുന്നത് ഹെഡ് ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ നമുക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കിയേക്കാം. ദർ ഇസ് എ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഇൻ എ വേരിയസ് ഡിവിഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ പ്രവർത്തനങ്ങളുടെ ഡ്യൂപ്ലിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ഇപ്പോൾ പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല ഡിപ്പാർട്ട്മെൻ്റ് ആക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3 ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ ഫുഡ് വെയർ, കോസ്മെറ്റിക്സ്, അതേപോലെ തന്നെ ജ്വല്ലറി. ഈ 3ലും എന്തുണ്ടാവും, പർച്ചേസിങ് ഉണ്ടാവും. 3നും പർച്ചേസിങ് സെപ്പറേറ്റ് നടത്തേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ 3നും മാർക്കറ്റിംഗ് ഉണ്ടാവും. മാർക്കറ്റിംഗ് വേറെ ടീമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ഇത് സെൻട്രലൈസ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ പ്രോഡക്റ്റിൻ്റെയും അതേപോലെ തന്നെ റീജിയൻ്റെയൊക്കെയും അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവിഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചില ഫങ്ഷൻസ്, കോമൺ ആയിട്ട് വരുന്ന ചില ഫങ്ഷൻസ് റിപ്പീറ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, there is no benefits of centralization of certain activities like finance, accounting and distribution. അതായത് ചില പ്രവർത്തനങ്ങളെ നമുക്ക് സെൻട്രലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതായത് ഇപ്പോൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്, ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൂടെ അക്കൗണ്ട്സ് ഒരാൾ കീപ്പ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഫിനാൻസ്, ഫണ്ട് അറേഞ്ച് ചെയ്യുന്നത്, അതേപോലെ തന്നെ പ്രോഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇതൊക്കെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കോമൺ ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫെസിലിറ്റികൾ ആസ്വദിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെച്ചം എടുക്കാൻ ആർക്ക് കഴിയില്ല. ഇത്തരത്തിൽ അതായത് ഡിവിഷണൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് വൺ, ദർ മേ ബി അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് പ്ലാന്റ് കപ്പാസിറ്റി വെൻ എ ഡിമാൻഡ് ഓഫ് പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഈസ് ഇനാഡിക്വേറ്റ്. അതായത് ഒരു പ്രൊഡക്റ്റിന് ഡിമാൻഡ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആളുകളെ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി എടുപ്പിക്കാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും കഴിയില്ല. കാരണം അവരെല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് പ്രൊഡക്റ്റുകൾ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല, ഒരു ധാരണ ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടും അവിടെ വേസ്റ്റായി കിടക്കുന്ന പ്ലാന്റ്, അതേപോലെ അവിടെ തന്നെ വേസ്റ്റായി കിടക്കുന്ന എംപ്ലോയീസിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, മാനേജ്മെൻറ്റ് കോസ്റ്റ് വിൽ ബി ഹൈ. അതായത് വളരെയധികം ചിലവ് കൂടുതലാണ് ഇത്തരത്തിലുള്ള ഒരു ഘടനയ്ക്ക് എന്ന് പറഞ്ഞത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡിവിഷണൽ ഘടനയുടെ അല്ലെങ്കിൽ ഡിവിഷണൽ സ്ട്രക്ചറിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. എന്തായാലും ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.